അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് കേട്ടോ. ഇന്ന് ചെറിയൊരു കുട്ടി വ്ളോഗാണ്. മോർണിംഗ് തന്നെ ഇതാ എന്നിട്ടിട്ട് ഞാൻ ആദ്യം തന്നെ മൈലാഞ്ചി കേട്ടോ ചെക്ക് ചെയ്യുന്നത്. രാത്രി തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പാതിരാക്ക് കുത്തിയിരുന്ന് ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ കുറവുകളൊക്കെ ഉണ്ട്, ചെറുതല്ല നല്ല കുറവുകളുണ്ട്. അങ്ങനെ ബ്ലിങ്കിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അപ്പോഴത്തേനും ഞാൻ തലയിലൊക്കെ കുറച്ച് എണ്ണ ഇടാന്നൊക്കെ വിചാരിച്ചിട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇതാ പല്ലൊക്കെ തേച്ച് റൂമൊക്കെ സെറ്റാക്കിയിട്ട് ആദ്യം തന്നെ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കടന്നിട്ടോ. ഞാൻ എല്ലാ ഇതിൻ്റെ ഒന്നും ഹോസ്റ്റലിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ബസ്മതിയുടെ ബിരിയാണി റൈസ് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഷുഗർ നന്നായിട്ട് ക്യാരമലൈസ് ചെയ്തിട്ട് ഒരു പിങ്ക് കളർ പായസമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അത് റെഡി ആകുമ്പോഴത്തേനും മോർണിംഗ് ഡ്രിങ്കൊക്കെ അങ്ങോട്ട് എടുത്തു. പിന്നെ ബ്ലിങ്കിയിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രോട്ടീൻ ഓട്സും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ഇത് ട്രൈ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിനിടെ കൂടെ പല കലാപരിപാടികളും വേറെ നടക്കുന്നുണ്ട് കേട്ടോ. ഫേസൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേവറേറ്റ് ഫേസ് മാസ്ക് ഇടാമെന്ന് വിചാരിച്ചു, പൊട്ടാറ്റോയുടെ. അങ്ങനെ അതൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പായസം സെറ്റാക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലോട്ട് കുറച്ച് കൊടുത്തു വിടണം. എനിക്കിഷ്ടമാണ് ഇതിനന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതും കൊടുത്തു വിടുന്നതൊക്കെ. പിന്നെ എന്തൊക്കെ ഞാൻ എന്നെ ഓക്കെ ആക്കാൻ ചെയ്യാൻ നോക്കിയാലും മനസ്സിലുള്ള എവിടേക്കോ എന്തൊക്കെയോ ഒരു വിഷമം. കാരണം നമ്മളെ ഗേൾസിന് ഇൻഡിപെൻഡൻ്റ് ആവാന്നുള്ളത് ഭയങ്കര ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയ കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും ആ ഒരു സമയത്തുണ്ടല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ വീടും വീട്ടുകാരൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്തോ ഒരു വിഷമമായിരുന്നു. കരയാൻ തോന്നുമായിരുന്നു, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുമായിരുന്നു, ഒന്നിനും മൂടില്ല. പക്ഷെ എന്തോ വീട്ടുകാർക്ക് നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴല്ലേ അതൊരു സന്തോഷം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ വീഡിയോസ് എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ എന്നെ തന്നെ അങ്ങ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാഷാല്ലാ അടിപൊളിയായിട്ട് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തെ എന്താ ഹോസ്പിറ്റലിൽ ടിഫിൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചോള ഭട്ടൂരയായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കുളിച്ചൊക്കെ റെഡിയായി സെറ്റായി വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നൊക്കെ ഒത്തിരി ദൂരെയാണെങ്കിൽ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കുക. പിന്നെ അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു 2 ദിവസം ലീവെങ്കിലും എടുത്തിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി നോക്കുക. ഞാനും ശ്രമിച്ചായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ വിടാം. നമുക്ക് എന്തായാലും റെഡിയാവാം. വെയിലൊക്കെ നന്നായിട്ട് വരുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് ഓർത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒരുങ്ങി കേട്ടോ. കാരണം ഇതൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം, സ്റ്റാറ്റസ് ഇടുമ്പോഴാണല്ലോ നമ്മുടെ ആ ഒരു ഇതും കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഞാനിതാ അങ്ങനെ റെഡിയായി. ഞാനെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാം കേട്ടോ. ഒന്നാമത് എനിക്ക് ഈ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് കണ്ടിന്യൂ ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോകാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. കാരണം രാത്രി 9:30 വരുമ്പോഴത്തേനും ഓൾമോസ്റ്റ് കടകളൊക്കെ ഇവിടെ അടക്കുമായിരുന്നു. അത് കാരണം ഡ്രസ്സ് എടുക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ തലേ ദിവസം എനിക്ക് ഹാഫ് ഡേ കിട്ടിയപ്പോൾ കേട്ടോ ഞാൻ ഡ്രസ്സ് എടുത്തത്. ഇത് നമ്മൾ പറയത്തില്ലേ, നമ്മളെ നസീബിലുള്ള നമുക്ക് കിട്ടുമെന്ന് പറയത്തില്ലേ, അതുപോലെ ഏകദേശം കടകളൊക്കെ അടക്കാറായ സമയത്ത് ഒരൊറ്റ ഷോപ്പ് കയറി അവിടെ നിന്ന് കണ്ട് ഫസ്റ്റ് ഡ്രസ്സ് തന്നെ ഇഷ്ടപ്പെട്ടാണ് ഞാൻ എടുത്തത്. ഷോളില്ലാതെ രണ്ടും കോട്ട് സെറ്റ് പോലെ കിട്ടിയത്. പിന്നെ ഞാനൊരു കോൺട്രാസ്റ്റ് കളർ ഷോളും കൂടി സെപ്പറേറ്റ് എടുത്തിട്ടാട്ടോ ഈ ഔട്ട്ഫിറ്റ് ഞാൻ സെറ്റാക്കിയത്. അതിനിടയ്ക്ക് ബിരിയാണി വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടാക്കിയ പായസം അടിപൊളിയായിരുന്നു. എൻ്റെ റൂമിൽ അപ്പൂന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അവളും ഞാനും കൂടി എഴുന്നേറ്റ് ഒരുമിച്ചാട്ടോ ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം കൂടി എടുത്ത് അങ്ങനെ ഇതാ ഈദ് ഡേ ഇവിടെ തീർന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.